जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। श्रीराम राम राम रावणान्तक राम। श्रीराम मम हृदि रमतां राम राम। श्रीराघवात्मा राम। श्रीराम रमापदे। श्रीराम रमणीय विग्रह नमोस्तुते। नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः। ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ലക്ഷ്മണനോടു മഹാകപിസേനയും രക്ഷോവരനും നടന്നാനതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലനിന്ദ്രാത്മജാത്മജൻ കേസരിതാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും വീരൻ പനസൻ കുമുദൻ വികടനും വാതാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ ദധിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേദുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുമ്പിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭിലപുക്കു നിറഞ്ഞിതു. നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവുമെടുത്തുകൊണ്ടെല്ലാവരുമായടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതോരോ രാക്ഷസവീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരച്ചറ്റകറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടെടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംഭിലയാൽ തറമേലേറി നിന്നു ദശാനന പുത്രനുമന്നേരം. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീരാ കഴിഞ്ഞീല ഹോമമിവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയമടുത്തിതി വന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയുമസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തുമത്യർത്ഥമസ്ത്രങ്ങളെയ്തിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾ സുതനുൽപ്പന്നമോദം കുമാരനെ സാദരം
ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനനപുത്രനും, രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാൽ എത്രയും നന്നു നന്നെന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെയൊടുക്കുവാനാസ്ഥയാ വേല ചെയ്യുന്നതും അദ്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ, നന്നു നീയും നിൻ പിതാവുമറിക നീ വംശം മുടിക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവനിന്നു ഞാനംശുമാലി കുലനായകനാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാം അതേതു മുറിച്ചു കളഞ്ഞഥ ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാ വിശേഷിച്ചും. കണ്ടുകൊള്ളുകല്ലായിലിന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ. ഇത്തം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും. 100 ശരമേതു വാനരവീരരുമേറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായിതു നക്തഞ്ചരനും സുമിത്രാതനയനും. പാരമടുത്തഞ്ചുബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തൻ്റെ തലയും മുറിച്ചതിസാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവനറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിടിനാൻ. പിന്നെ മുന്നമ്പേതതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ടാത്മജനന്നേരം ഊറ്റമായോരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിടിനാൻ. സത്വരം ലങ്കയിൽ പുക്കുതേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരുമറിഞ്ഞില പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതില്ലിനി ഉണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെപ്പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു ഭൃശം. വാസരം 3 കഴിഞ്ഞോരനന്തരം
വാസവദേവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ ബന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംഭോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു. പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു. സിന്ധൂജലത്തിൽ മുഴുകി വിശുദ്ധമായ ധര തൂണിയിൽ വന്നു പുക്കുശരം. ഭൂമിയിൽ വീണു ദുരാവണി തന്നുടലാമയം തീർന്നിതു. ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വർഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം. ശങ്കാവിഹീനം ചെറുഞ്ഞാണുലീട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ശരണാംബുജം കൂപ്പിനാൻ. ഗാഠമായാലിംഗനം ചെയ്തു രാഘവനൂടമോദം മുകർന്നീടിനാൻ മൂർധനി. ലക്ഷ്മണനോടു ചിരിച്ചരുളിച്ചെയ്തു, ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണിയുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിക നീ. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും. ഇത്തമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാഹാ കുമാര മണ്ഡോദരി നന്ദന, ഹാഹാ സുകുമാര വീരാമനോഹര. മൽക്കർമ്മദോഷങ്ങളെന്തു ചൊല്ലാവതു ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കുമെന്നും നന്നായുറങ്ങിയിടുമാറായതു. നമ്മെയും പേടിയില്ലാർക്കുമിനി മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മത്തൻ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണമെന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവുമൂങ്ങിച്ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായത്രയും വേപഥുഗാത്രിയായി ഹാ രാമ രാമ രാമേതി ജപത്തൊടുമാരാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞനത്യുത്തമൻ കർപ്പുരസമ്മതൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തിപ്പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ
നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനുമനന്ദനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ, ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ, വാമദേവാധിവാസാത്മാ ജിതേന്ദ്രിയൻ. വേദവിദ്യാ വ്രതസ്നാനപരായണൻ, ബോധവാൻ ഭാർഗവശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാനിന്നു യുദ്ധാന്തരേ നന്നു നന്നെത്രയും ഓർത്തു കൽപ്പിച്ചതും. സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ജരേന്ദ്ര പ്രവര പ്രഭോ മയാ സാർദ്ധം വിരവോടു പോരിക പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ. ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക, മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുപാർശ്വൻ പറഞ്ഞതു യാതുധാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാനമണ്ഡപേ ചെന്നിരുന്നെത്രയുമാസ്ഥയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടു പോരിനായി. ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെയൊടുക്കിനാൻ രാമനും. മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ, നിൻ പോർ ചെയ്താനഭേദമായി നിർഭയം. പിന്നെ രഘൂത്തമൻ ബാണങ്ങളെയ്തെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്തതിഭീരുവായി ലങ്കാപുരം പുക്കനന്തരം. ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിടിനാൻ. അർക്കാത്മജാതിയാം മർക്കടവീരരുമർക്കാൻവയോദ്ഭൂതനാകിയ രാമനും. ഒക്കെയൊരുമിച്ചു വാരിധിയും കടന്നിക്കര വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെയൊടുക്കി ഞാനേകാകിയായതു. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു. സദ്ഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി. രാവണനോടുപദേശിച്ചിതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരമതിരഹസ്യസ്ഥലേ. ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക, വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ. വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിലഗ്നികുണ്ഠത്തിങ്കൽ നിന്നു പുറപ്പെടും. ബാണതുണീരചാപാശ്വരധാദികൾ വാനവരാലുമജ്ജയ്യനാം പിന്നെ. മന്ത്രം ഗ്രഹിച്ചുകൊള്ളുന്നോടു സാദരമന്തരമെന്നേ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ.
പന്നകലോക സമാനമായി തീർന്നിതു തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഹവ്യഗവ്യാദിഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടുവൻ. ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം പുക്കു ശുദ്ധനായി. ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളമുത്ഥിതമായൊരു ഹോമധൂമം കണ്ടു രാവണ സോദരൻ. രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവാ. ഹോമം കഴിഞ്ഞു കൂടിയിടുകിലെന്നുമേ നാം അവനോടു തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായച്ചിടുക സാമോദമാശു കപികുലവീരരെ. ശ്രീരാമസുഗ്രീവശാസനം കൈക്കൊണ്ടു മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടിപ്പടയോടും മഹാമതിലേറിക്കടന്നങ്ങു രാവണ മന്ദിരം പുക്കുപുരപാലകന്മാരെയും കൊന്നു. മർക്കടവീരരൊരുമിച്ചനാകുലം വാരണവാജിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാസരമനിജകരസംജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹാദ്വാ ബന്ധനപാഷാണമാമയഹീനം പൊടിപെടുത്തങ്കദൻ. തത്ര ഗുഹൈലകം പുക്ക നേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികേ. മറ്റുള്ളവർകളുമംഗദാനുജ്ഞയാ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാർ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കുമ പുണ്യ ജനാധിപനെ കണ്ടു വാനരർ. താടിച്ചു താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊൽകയും സംഭാരസഞ്ചയം കുണ്ടത്തിലൊക്കെയൊരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കൈഞ്ഞിലിരുന്ന മഹാശ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ. താടനം ചെയ്താനതുകൊണ്ടു സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും. ധ്യാനത്തിലേതുമിളക്കമുണ്ടായില്ല. മാനസേ രാവണനും ജയകാംക്ഷയാ മണ്ടോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര. മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കപിവരരെന്നെ തലമുടി ചുറ്റിപ്പിടിപെട്ടു. പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരെ പരിഭവമോർക്കിൽ ജളമതേ. എന്തിനായിക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തൊന്നു ദുർമതേ. ജീവിതാശാതേ ബലീയസി മാനസേ. ഹാ വിധിവൈഭവമെത്രയുമദ്ഭുതം. അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭുവി. ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും
ബദ്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും നാണവും പത്നിയും വേണ്ടിയിലിവന്നു തൻ പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാഖലൻ ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം അംഗദൻ തന്നോടടുത്താനതു കണ്ടു തുംഗശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയെയുമയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിനാർ. ഹോമമശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിയിടിനാർ. മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ